نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധനയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ സന്തോഷമുള്ള ഒരു സമയത്തും ദിവസത്തിലുമാണ് നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനും ആഹ്ലാദിക്കാനുമായി അള്ളാഹു നിയമമാക്കിയിട്ടുള്ള 2 ദിവസങ്ങളാണല്ലോ 2 പെരുന്നാളുകൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈദുൽ ഫിത്തറിൽ, ചെറിയ പെരുന്നാളിലാണ് ഇപ്പോൾ നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഈ ഒരുമിച്ച് കൂടലും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു പക്ഷേ കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവരുടെ ബർസഖിയായ ലോകത്താണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കിടയിൽ ഒരുപാട് രോഗികളുണ്ട്. അവരുടെ രോഗം അള്ളാഹു സുബ്ഹാനഹു തആല പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ളതാണ് എന്നതോടൊപ്പം അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സൽക്കർമ്മങ്ങളും അത് കേവലം റമദാനിലേക്ക് മാത്രമുള്ളതല്ല എന്നും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അത് തുടർന്നു കൊണ്ടുപോകണമെന്നുള്ളതാണ്.
ആ ഒരു നിലക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു സമയം വളരെ കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു. എല്ലാം ചെയ്തു എന്ന അഹങ്കാരമോ ഒന്നും ചെയ്തില്ലെന്ന നിരാശയോ ഇല്ല. മറിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സാമ്പത്തിക ശാരീരിക സൗകര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പലതും നമ്മൾ പ്രവർത്തിച്ചു. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മുടെ മുന്നിലുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ റമദാൻ കഴിയുമ്പോഴും എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനല്ല, മറിച്ച് ചെയ്തു പോയ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവേ സ്വീകരിക്കണേ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ വിഷയം അതാണ്, നിരന്തരമായ പ്രാർത്ഥനകൾ. നമ്മുടെ മുൻഗാമികളായ സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസക്കാലം നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവരുടെ പ്രാർത്ഥനയെന്നോ? റമദാനിൽ ചെയ്തിട്ടുള്ള അവരുടെ നോമ്പുണ്ട്, റമദാനിൽ നിർവഹിച്ചിട്ടുള്ള നമസ്കാരമുണ്ട്, റമദാനിൽ കൊടുത്തിട്ടുള്ള സദഖകളുണ്ട്. അതെല്ലാം അള്ളാഹു സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി നിരന്തരമായ പ്രാർത്ഥനകളായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. എന്തിനേറെ, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എൻ്റെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീലിന്റെ മേൽനോട്ടത്തിലായിക്കൊണ്ട് കഅബ പുനർനിർമ്മിക്കുകയാണ്. അത് മുഴുവൻ നിർമ്മിച്ചതിന് ശേഷം അവർ മാറി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ, റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. ഈ ഒരു വാചകം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഏതൊരു നന്മ ചെയ്താലും ശരി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, നാളെ പരലോകത്ത് സ്വർഗം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളിലും നമ്മൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവണം, റബ്ബേ സ്വീകരിക്കണേ, റബ്ബേ സ്വീകരിക്കണേ. അത് കേവലം ഈ ഒരു നമസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇന്നലെ നമ്മൾ നിർവഹിച്ച നോമ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, മിനിഞ്ഞാന്ന് നമ്മൾ നിർവഹിച്ച തറാവീന്റെ വിഷയത്തിലല്ല, കഴിഞ്ഞ ഓരോ ദിവസങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ. ഒന്നാമത്തെ വിഷയം അതാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന ഒരു പേടിയുണ്ട്. ഞാൻ ഇത്രയും ചെയ്താലും ശരി അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അത് നമ്മളെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു, ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ നന്മ ചെയ്യാൻ ഈ വർഷം സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരാഴ്ച എനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഈ വർഷം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് സ്വതക്ക തീരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഈ വർഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെയ്തു. പക്ഷേ നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന ഭയപ്പാടെന്തായിരുന്നു? സ്വീകരിക്കില്ലേ എന്ന പേടി. അല്ലാഹു സുബ്ഹാനഹു തആല അത് തള്ളിക്കളയുമോ എന്ന പേടി. നിങ്ങൾക്കറിയുമോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കണം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു യാചകൻ വരുന്നു. വല്ലതും തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യാചകന്റെ വരവ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അഅ്തിഹി ദീനാറ, ആ വ്യക്തിക്ക് ഒരു ദീനാർ കൊടുക്ക്. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം. ഒരു സ്വർണ്ണ നാണയം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മകൻ ആ സ്വർണ്ണ നാണയവുമായി കൊണ്ട് ആ യാചകന്റെ അടുക്കിലേക്ക് വന്നു. ആ യാചകന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയാണ്, തഖബ്ബലല്ലാഹു മിൻക യാ അബതാ, വാപ്പാ നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വാപ്പാ നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണ്, എത്ര ആളുകളെയാണ് നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര നന്മകളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വളരെ വിഷമത്തോടുകൂടി കണ്ണ് നിറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, മോനെ വാപ്പ കുറെ നമസ്കരിച്ചിട്ടുണ്ട്, വാപ്പ കുറെ ധർമ്മം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്റെ ഭയപ്പാട് എന്താണെന്നറിയുമോ? ലൗ അലിംതു അന്നല്ലാഹ് തഖബ്ബല മിന്നി സജദ,
അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ ചെയ്തിട്ടുള്ള നമസ്കാരങ്ങളിൽ ഒരു സുജൂദെങ്കിലും അല്ലാഹു സ്വീകരിച്ചു എന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര വലിയ സന്തോഷകരമാകുമായിരുന്നു. ഞാൻ കൊടുത്തിട്ടുള്ള ഒരുപാട് സദഖകളിൽ ഒരു ദിർഹമെങ്കിലും അല്ലാഹു സ്വീകരിച്ചു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ മരിച്ചാൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്ക് ഗുണപാഠം ഉണ്ടാക്കുന്നതാണ്. ഞാനെല്ലാം ചെയ്തു, ഇനി എന്റെ ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇരിക്കാനുള്ളത്. മറിച്ച് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കുകയില്ലേ എന്ന ഒരു പേടിയോടുകൂടി റബ്ബേ സ്വീകരിക്കണേ, റബ്ബേ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാത്ത നിർഭാഗ്യവാന്മാരായ ചില ആളുകളുണ്ട്. ഒരിക്കലും അവരുടേത് അല്ലാഹുവിലേക്ക് ഉയരപ്പെടുകയില്ല, അവരുടേത് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിൽ ഒന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകളുടേതാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും വിളിച്ചുകൊണ്ട്, അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരോട് സഹായം ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും നിർവഹിച്ചാൽ വമയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുമുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ, തന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആരോടെങ്കിലും ചോദിച്ചാൽ വമയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്. വമഅവാഹുമുൻ നാർ, അവന്റെ അഭയസ്ഥാനം അത് നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരപ്പെടുകയില്ല. രണ്ടാമത്തെ കാര്യം, മനസ്സിൽ വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകൾ. കഴിഞ്ഞ റമദാനിന്റെ തുടക്കത്തിൽ നമ്മൾ ഓതി വച്ചിട്ടുള്ള ആയത്തുകളും ഹദീസുകളും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കാരണം മനസ്സിൽ ആരോടെങ്കിലും പകയോടെ, വിദ്വേഷത്തോടെ, ആളുകൾക്കിടയിൽ വൈര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, വൈമനസ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഭിന്നതകൾ ഉണ്ടാക്കിക്കൊണ്ട്, തെറ്റിപ്പിണഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയരപ്പെടുകയില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സൽക്കർമ്മങ്ങളും സ്വീകരിച്ചോ ഇല്ലയോ അറിയാൻ മുൻഗാമികൾ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാളുടെ കർമ്മം സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാൻ പറ്റും. ഇന്നും ജീവിച്ചിരിക്കുന്ന ശൈഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതിനെക്കുറിച്ച് കൃത്യമായി പറയുകയാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു മനുഷ്യൻ അവന്റെ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നറിയണമെങ്കിൽ റമദാനിന് ശേഷമുള്ള അവന്റെ ദിവസങ്ങൾ അവൻ പരിശോധിച്ചാൽ മതി. റമദാനിൻ അവൻ എടുത്തിട്ടുള്ള നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ എന്നറിയണമെങ്കിൽ റമദാനിൽ എന്തിനായിരുന്നു നോമ്പ്? എന്തിനാണ് അവൻ നോമ്പെടുത്തത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണെങ്കിൽ ആ തഖ്വ പിന്നീടുള്ള ജീവിതത്തിലും ഉണ്ടെങ്കിൽ അവന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. തറാവീ നമസ്കാരം എന്തിനായിരുന്നു? അവൻ സദഖ കൊടുത്തത് എന്തിനായിരുന്നു? അവരുടെ ജമാഅത്ത് എന്തിനായിരുന്നു? അവന്റെ ജീവിതത്തിലെ ഓരോ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ അറിയണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മതി. ഇനിയുള്ള ദിവസം എന്താ? നമ്മൾ ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പഴയ ഒരു ജീവിതത്തിലേക്ക്, തിന്മകളുടെ കൂത്തരങ്ങിലേക്ക് പോകണമെന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മറിച്ച് അവന്റെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യപ്പെടൽ അവനെപ്പോഴും ഉണ്ടാവണം. എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവണം. നമ്മളെല്ലാം ചെയ്തിട്ട് നാളെ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോ, അല്ലാഹു ഞാനത് സ്വീകരിച്ചിട്ടില്ല, പിന്നീടുള്ള നിന്റെ ജീവിതം മോശമായിരുന്നു, ഞാൻ പറഞ്ഞ പോലെയല്ല, നീ റമദാനിൽ മാത്രമായിരുന്നു പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ? നിങ്ങൾക്കറിയുമോ മഹാനായ അത്വാ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? അദ്ദേഹം നല്ല ഒരു തുന്നൽ പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ തുന്നൽ പണിയെടുത്തുകൊണ്ട് നല്ല നല്ല പരവതാനികൾ ഉണ്ടാക്കി ഓരോ കടകളിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് അത്വാ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതോപാധി. ഒരു ദിവസം അത്വാ റളിയല്ലാഹു അൻഹു താൻ ഉണ്ടാക്കിയ പരവതാനിയുമായി, താൻ ഉണ്ടാക്കിയ മെറ്റീരിയലുമായി കച്ചവടക്കാരന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ കച്ചവടക്കാരന്റെ കയ്യിൽ അത് കൊടുത്തു. കച്ചവടക്കാരൻ അത് വാങ്ങി, അത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, അത്താ, ഞാൻ നിങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, കാലങ്ങളായി നിങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷേ അത്താ, ഇപ്പോൾ നിങ്ങൾ തരുന്ന മെറ്റീരിയൽ അത് കുറച്ച് മോശമാണ് കേട്ടോ, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ആ കച്ചവടക്കാരൻ അത്വാ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്.
ആ ഒരു വാചകം പറഞ്ഞതും അത്താ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആ കച്ചവടക്കാരൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അത്താ, നിങ്ങൾ കൊണ്ടുവന്നത് ഞാൻ എടുത്തുകൊള്ളാം, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത്താ കരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും വീണ്ടും തേങ്ങി കരയുന്ന അത്താഇനോട് ആ കച്ചവടക്കാരൻ ചോദിച്ചു, അത്താ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങളുടെ മെറ്റീരിയൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന ചരക്ക് ഞാൻ വാങ്ങാം, അത് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് കണ്ണുനീര് തുടച്ചുകൊണ്ട് അത്താ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ നിങ്ങൾ എന്റെ മെറ്റീരിയൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നോർത്തുകൊണ്ടല്ല കരയുന്നത്, മറിച്ച് ഈ അത്താവ് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഈ അത്താവ് നമസ്കരിച്ചിട്ടുണ്ട്, ഈ അത്താവ് നോമ്പെടുത്തിട്ടുണ്ട്, ഈ അത്താവ് സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഈ അത്താവ് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, നാളെ പരലോകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ സൽക്കർമ്മങ്ങളുമായി ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ അള്ളാഹു എന്റെ നമസ്കാരം എടുത്തുകൊണ്ട് പറയാണ്, അത്തായെ, നിന്റെ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായിരുന്നില്ല, അത്തായെ, നിന്റെ നോമ്പിൽ തഖ്വയില്ലായിരുന്നു, അത്തായെ, നിന്റെ ഖുർആൻ പാരായണം അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു, അത്തായെ, നിന്റെ സ്വതക്കകൾ അത് എല്ലാവരും അറിയണമെന്ന ഉദ്ദേശത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഓരോ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്തായിരിക്കും എന്റെ അവസ്ഥ? അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിക്കും. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്, സ്വർഗം അല്ലാഹു നൽകുമാറാവട്ടെ. പക്ഷേ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും എല്ലാം എടുത്തുകൊണ്ട് അല്ലാഹു പറയാണ്, ഞാൻ പറഞ്ഞതുപോലെയല്ല നീ നിർവഹിച്ചിട്ടുള്ളത്, പ്രവാചകൻ കാണിച്ചതുപോലെയല്ല നീ നിർവഹിച്ചിട്ടുള്ളത്, നിനക്ക് തോന്നിയതുപോലെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ടാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആ ഒരു ബേജാറ് കൂടി നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവസാനിച്ചു. നമ്മുടെ മുൻഗാമികൾ ഒരു വാചകം എടുത്തുകൊണ്ട് പറയാറുണ്ട്. മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം സഹാബിമാർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായി. ഒരു വിഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്ന് പറയാ, വേറൊരു വിഭാഗമാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറയാ. ഈ ഭിന്നതകൾക്കിടയിൽ ഒരു പരിഹാരം എന്നോണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഖുർആനിന്റെ ആയത്ത് ധരിച്ചുകൊണ്ട് ഒരു വാചകം പറയുന്നുണ്ട്. ഒരു വാചകം, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. നിർത്തിക്കോ, എല്ലാം അവസാനിപ്പിച്ചോ. പ്രവാചകനെയാണ് നിങ്ങൾ പേടിച്ചിരുന്നതെങ്കിൽ, പ്രവാചകനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ, പ്രവാചകന്റെ അടുക്കൽ നിന്നാണ് പ്രതിഫലം ആഗ്രഹിച്ചതെങ്കിൽ, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, നിങ്ങൾ തിരിഞ്ഞു പോയിക്കോ, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. എന്നാൽ മൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ, ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, നിശ്ചയമായും അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ അതേ വാചകം മുൻഗാമികൾ എടുത്തു പറയുന്നുണ്ട്. റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവരോട് റമദാൻ കഴിയട്ടെ, എന്നിട്ട് വേണം തുടങ്ങാൻ, പലതും നിർത്തിവെച്ചതൊക്കെ തുടങ്ങണം, ഇന്ന് തന്നെ പോകണം, ഒന്നാമത്തെ ഷോക്ക് തന്നെ പോകണം എന്നൊക്കെ തീരുമാനിച്ചവരില്ലേ, അവരോടാണ് പറയാനുള്ളത്. അവർക്കാണ് മുൻഗാമികളുടെ വാചകം, മൻ കാന യഅബുദു റമദാൻ ഫഇന്ന റമദാന ഖദ് മദാ. ആരെങ്കിലും റമദാനിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന റമദാന ഖദ് മദാ, റമദാൻ കഴിഞ്ഞുപോയി, തോന്നിയതുപോലെ ജീവിച്ചോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്താണോ കാണാനുള്ളത് കണ്ടോ, എന്താണോ കേൾക്കാനുള്ളത് കേട്ടോ, എന്താണോ ആസ്വദിക്കാനുള്ളത് എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾ നിർവഹിച്ചോ. കാരണം അള്ളാന്റെ അടുക്കലല്ല നിങ്ങൾക്ക് പ്രതിഫലം ആഗ്രഹിച്ചത്, അള്ളാഹുവിനെയല്ല നിങ്ങൾ ഭയപ്പെട്ടത്, അല്ല റമദാനിനെ അല്ലാതെ അള്ളാനെ ആരാധിച്ചവരാണെങ്കിൽ, അള്ളാനെ ഭയപ്പെട്ടവരാണെങ്കിൽ, മൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അള്ളാനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരണമില്ല. അതുകൊണ്ട് ആ മുൻഗാമികൾ പറഞ്ഞത്, ലാ തകുൻ റമദാനിയുൻ വലാ തകുൻ ശവ്വാലിയുൻ ഇന്നമാ കുൻ റബ്ബാനിയുൻ. നീ റമദാനിന്റെ ആളാവണ്ട,
നീ ശവ്വാലിന്റെ ആളാവണ്ട. കാരണം ഈ കഴിഞ്ഞ ഒരു മാസക്കാലം പല തിന്മകളിലേക്കും കണ്ണുപോകുന്ന സമയത്ത് പാടില്ല, റമദാനാണ്, നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുവെങ്കിൽ ഇതാ ശവ്വാലിലേക്കെത്തി. ലാ തകുൻ റമദാനിയുൻ, നീ റമദാനിന്റെ ആളാവണ്ട. വലാ തകുൻ ശവ്വാലിയുൻ, നീ ശവ്വാലിന്റെ ആളുമാകണ്ട. ഇന്നമാകുൻ റബ്ബാനിയുൻ, നീ റബ്ബിന്റെ ആളായിക്കോ. റബ്ബ് ഏത് സമയത്തും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നിനക്ക് സാധിക്കണം. ഇതുവരെ നമ്മൾ ഒഴിവാക്കിയിരുന്ന തിന്മകൾ ഇന്നും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്, ഇനിയും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം റമദാനിലേക്ക് മാത്രമായി കൊണ്ട് ഒരു തിന്മ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. റമദാനിലേക്ക് മാത്രമായി ഒഴിവാക്കാനായി പഠിപ്പിച്ച ഒരു തിന്മയുമില്ല. മറിച്ച് റമദാനിൽ തിന്മയാണോ അത് ശവ്വാലിലും തിന്മയാണ്, റമദാനിൽ നന്മയാണോ അത് ശവ്വാലിലും നന്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുഭാഗം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തിന്മകളിൽ നിന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ അവസ്ഥകൾക്കിടയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടെ കൂടുന്ന ആളല്ല, മറിച്ച് ഏതൊരു തിന്മ കണ്ടാലും ശരി ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളായി നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈദ് എന്ന് പറഞ്ഞാൽ കേവലം ആഘോഷത്തിന് വേണ്ടി മാത്രമല്ല, ആശംസക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് പരസ്പര ബന്ധങ്ങൾ അത് ചേർക്കാനുള്ളതായിരിക്കണം. ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ വാപ്പയോട് മിണ്ടിയിട്ട് മാസങ്ങളായിട്ടുള്ളവരുണ്ടാകും, ഉമ്മയോട് സംസാരിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളവരുണ്ടാകും. വാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിലാണ്, മക്കളും മാതാപിതാക്കളും തമ്മിൽ പിണക്കത്തിലാണ്, കുടുംബക്കാർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ എന്തെല്ലാം അകൽച്ചകൾ ഉണ്ടെങ്കിലും ആ അകൽച്ചകളെല്ലാം ഒന്നിപ്പിക്കാൻ റമദാനിൽ നമ്മൾ നിർവഹിച്ചതുപോലെ തന്നെ ഈ ശവ്വാലിന്റെ ദിവസങ്ങളിലും പെരുന്നാളിന്റെ ആശംസകളിലും പെരുന്നാളിന്റെ സുദിനങ്ങളിലും ആഹ്ലാദങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം അവരോടുകൂടി ബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരു ഭാഗത്ത് ലഹരി എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അങ്ങേയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയേണ്ടതില്ല. ഓരോ ദിവസവും പത്രത്താളുകൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയകൾ ഓണാക്കി കഴിഞ്ഞാൽ നിരന്തരമായ വാർത്തകളാണുള്ളത്. എന്നാൽ ഒരൊറ്റ ചോദ്യം മുസ്ലിമിനോടാണ്. ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ടോ? ഏതെങ്കിലും ഒരു ലഹരി? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നാവിൽ വെക്കുന്നതാവട്ടെ, കുടിക്കുന്നതാകട്ടെ, വലിക്കുന്നതാവട്ടെ, എല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. ഇത്രയും ആർജവത്തോടുകൂടി പറയാനുള്ള കാരണം ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും മുസ്ലിം നാമധാരിയെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിന്റെ സിദ്ധാന്തമാണ്, ഇസ്ലാമിൽ അങ്ങനെയാണ്, മയക്കുമരുന്ന് നൽകിക്കൊണ്ട്, MDMA നൽകിക്കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള മയക്കുമരുന്ന് ജിഹാദാണ്, ലഹരി ജിഹാദാണ് എന്നെല്ലാം വിവരമില്ലായ്മ വിളമ്പുന്ന ആളുകളോട് പറയട്ടെ, ഒരിക്കലും ഇസ്ലാമിൽ ഒരു അംശം പോലും, ഒരു നുറുങ്ങ് പോലും, ഒരു അണുമണിത്തൂക്കം പോലും ലഹരി ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അനുവാദമില്ല, പക്ഷേ ചില ആളുകൾ ചെയ്യുന്നു. അതിന് ഇസ്ലാമിനല്ല കുറ്റമുള്ളത്, ആ വ്യക്തികൾക്കാണ്. അയാൾ ഒരു പക്ഷേ ഇസ്ലാം ഒഴിവാക്കിയ ലിബറലായിരിക്കാം, ഇസ്ലാം മാറ്റിവെച്ചിട്ടുള്ള സ്വതന്ത്രവാദവുമായി കൊണ്ടുവന്ന ആളായിരിക്കാം. ഒരിക്കലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിലും ലഹരിയുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹം ഇത്രത്തോളം അധപ്പതിക്കാനുള്ള കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലിബറൽ ചിന്താഗതിയുമായി പലരും കടന്നു വരുന്നു എന്നത്. ഈ രണ്ട് ഭാഗവും നമ്മൾ മറക്കാൻ പാടില്ല. ലഹരിയാകട്ടെ, സ്വതന്ത്രവാദങ്ങളാകട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. ഈ കഴിഞ്ഞ റമദാനിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഇഫ്താറിലേക്ക് ഒരു ഔദ്യോഗിക ഭാരവാഹി എന്ന നിലക്ക്, നമ്മുടെ സംഘടനയുടെ ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് സംസാരിക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി വെറുതെ എന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തു, ലഹരിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കും പരിശോധിക്കാം. നിങ്ങളുടെ യൂട്യൂബിൽ ലഹരിക്കെതിരെ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കേവലം 1-2 മാസമായിട്ടുള്ള പ്രോഗ്രാമുകളല്ല, 10-15 കൊല്ലമായി കൊണ്ട് ലഹരിക്കെതിരെ ജനജാഗ്രതയും ലഹരിക്കെതിരെ ജനമുന്നേറ്റവും ഒക്കെയായി
പല പ്രോഗ്രാമുകളും സർക്കാർ തലത്തിലും അല്ലാതെയും സംഘടനാ തലത്തിലും മതങ്ങളും അല്ലാത്തവരും സാമുദായികമായും സംഘടനാപരമായും എല്ലാവരും നിർവഹിച്ചു. 15 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ അതേ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും നടത്തേണ്ടത് എന്തുകൊണ്ട്? 15 കൊല്ലമായി കൊണ്ട് നിർത്തലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു നാടിന്റെ വികസനം കാണുന്നത് തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ ഒരിക്കലും വൈകാരികമാകുകയല്ല, മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്ത് ചെയ്തു എന്നല്ല, ഇവിടുത്തെ നിയമപാലകർ എന്ത് ചെയ്തു എന്നല്ല, ഞാൻ എന്ത് ചെയ്തു എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അല്ല, എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ എന്റെ ചുണ്ടിലേക്ക് ഒരിക്കലും ഒരു സിഗരറ്റിന്റെ കൊള്ളി പോലും വെക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ അയൽവാസികളുടെ വിഷയത്തിൽ, നമ്മുടെ കുടുംബക്കാരുടെ വിഷയത്തിൽ, നമ്മുടെ നാടിന്റെ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. ഞാനൊന്നും അതിൽ ബാധകവാക്കല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരവാദിത്തമല്ല. ഞാൻ എന്തിനു ഭയപ്പെടണം, ഞാൻ എന്തിനു ഇടപെടണം, ഞാൻ എന്റെ കുടുംബവുമായി കൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹം ഇന്ന് കാർന്നു തിന്നുന്ന ലഹരിയുടെ വിഷയത്തിൽ അകന്നു നിൽക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. മുസ്ലിമിന് പറ്റൂല. എന്തുകൊണ്ട്? ഈ രാജ്യത്ത് ഏതെല്ലാം വിഭാഗങ്ങൾ ഈ ലഹരിക്കെതിരെ ഏത് സംഘടനയാണെങ്കിലും ശരി, അവർ അതിനുവേണ്ടി കൈകൾ ഉയർത്തുമ്പോൾ ആ കൈകളിൽ പിടിക്കാൻ നമുക്ക് സാധിക്കണം, അവരുടെ കൂടെ ഒന്നിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ ആദ്യം നമ്മൾ നന്നാവണം, നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ കുടുംബം നന്നാവണം, നമ്മുടെ അയൽവാസികൾ നന്നാവണം. അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, താമരശ്ശേരികൾ ഇനിയും ആവർത്തിക്കപ്പെടും. താമരശ്ശേരിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഓരോ തവണയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇന്നലെ പോലും നമ്മൾ അറിഞ്ഞു. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 4 വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ചെല്ലുന്നത് മദ്യവുമായി കൊണ്ടാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് ഓടാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോഴുള്ള മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവട്ടെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവട്ടെ അവരുടെ കൈകളിലുള്ളത് മാരകമായ ആയുധങ്ങളാണ്. അവർ ഉപയോഗിക്കുന്നത് മോശമായ ലഹരിയാണ്. അവർക്ക് കൂട്ടുകൊടുക്കുന്നത് മറ്റുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം കേവലം ഒരു പ്രഖ്യാപനത്തിലോ ഒരു പ്രസ്താവനയിലോ അവസാനിപ്പിക്കാനുള്ളതല്ല. മറിച്ച് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അത് ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി അതിനുവേണ്ടി ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഈ സമൂഹം ഈ തരത്തിലാകുമ്പോൾ പോലും വളരെ നിരാശാജനകമായ ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഏതൊരാളും സമ്മതിക്കുന്ന കാര്യമാണ്. അത് ഇന്ത്യ മഹാരാജ്യത്താണെങ്കിലും ശരി, മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും ശരി, മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തി. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒരു കാലം വരും, അന്ന് തീറ്റക്കൊതിയന്മാരായ ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് അവരുടെ കൈകൾ ആർത്തിയോട് നീട്ടുന്നത് പോലെ ഈ ഉമ്മത്തിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി മുസ്ലിമിനെതിരാണോ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിരാശയില്ല. മറിച്ചെന്താ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു വാചകമുണ്ട്. പ്രതീക്ഷയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഏതെല്ലാം ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും, അവൻ ഏതെല്ലാം മാർഗങ്ങളിലൂടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഒരു സഹായം വിശ്വാസിക്കുണ്ട്. അത് പല നിലക്കും സംഭവിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വാചകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലാ, അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളായ ആളുകൾ അവരുടെ അക്രമങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അല്ലാഹു ഗാഫിലാണ്, ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ വാചകം ഓരോന്നോരോന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാമൂഹികമായി കൊണ്ടുള്ള പ്രകൃതിപരമായ ചില വിപത്തുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് മ്യാൻമറിൽ ഭൂകമ്പത്തിലൂടെ മരണപ്പെട്ടത്. ഒരിക്കലും ഒരാൾ മരണപ്പെടുമ്പോൾ പോലും സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ മുസ്ലിമിന് പാടില്ല.
പക്ഷേ ഓർമ്മപ്പെടുത്തട്ടെ, മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യണം, മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കണമെന്ന് അതിയായി പ്രസംഗിക്കുന്ന, അതിനുവേണ്ടി പേന ചലിപ്പിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നവരോടാണ് പറയുന്നത്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ പച്ചക്ക് കൊന്നിരുന്നു പല ആളുകളെയും. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരൊറ്റ കുലുക്കം മാത്രമാണ്. വലാ തഹ്സബന്നല്ലാഹ ഗാഫില, അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയുള്ള ആളുകളോടും അതുപോലെ തന്നെ നിരാശയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളോടാണ് പറയാനുള്ളത്. ഒരിക്കലും നിരാശ വേണ്ട. പ്രതീക്ഷയാണ് വിശ്വാസിയുടെ ജീവിതം. ഈ രാജ്യം നമുക്കെതിരല്ല, ഈ രാജ്യം മുസ്ലിങ്ങൾക്കെതിരല്ല. ചില ആളുകളുണ്ട്, അവരുടെ ഉദ്ദേശങ്ങളുണ്ട്. പരസ്പരം മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മലടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന ചെന്നായകളുടെ സ്വഭാവവുമായി ഇറങ്ങി തിരിച്ച ആളുകൾക്കിടയിൽ ഒരു ഒറ്റക്കെട്ടായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിന്റെ പൗരന്മാരായി ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോകത്തിന് വേണ്ടിയുള്ളതാണ്. അവൻ നന്മ ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല. അവൻ തിന്മ ഒഴിവാക്കുന്നത് ഇവിടുത്തെ രാജ്യത്തെ പേടിച്ചുകൊണ്ടല്ല, ഇവിടുത്തെ ഏതെങ്കിലും നിയമത്തെ പേടിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ കുറ്റക്കാരനാകും. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച വാചകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. എന്തുകൊണ്ട് സ്വതന്ത്രവാദത്തിലേക്ക് കുട്ടികൾ പോകുന്നു, എന്തുകൊണ്ട് ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഉത്തരം. ആ ഉത്തരം തീർത്തു കൊടുക്കാൻ ഇവിടുത്തെ ആർക്കും സാധിക്കുന്നില്ല. ആ ഉത്തരം പരിഹരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്താണ് ആ ഉത്തരം എന്നറിയുമോ? നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയണം, മോനെ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാൻ കഴിയണം. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ വളർത്തും, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കും. നിങ്ങൾ ആരാ ചോദിക്കാനെന്നാണെങ്കിൽ അവരോട് പറയാനുള്ളത്, നിന്നോട് ചോദിച്ചിട്ടല്ല ഈ ലോകത്തേക്ക് നീ വന്നിട്ടുള്ളത്. ഇന്ന വാപ്പയുടെ ഇന്ന ഉമ്മയുടെ മകനാവണമെന്ന് നീ തീരുമാനിച്ചതല്ല. ഇന്ന വീട്ടിൽ പ്രസവിക്കപ്പെടണമെന്ന് നിന്റെ തീരുമാനമല്ല. ഇന്ന ആളുടെ മകനാകണമെന്ന് നിന്റെ തീരുമാനമല്ല. നിന്റെ ശരീരത്തിലെ ഒരു അവയവം പോലും നിന്റെ തീരുമാനം അനുസരിച്ചു കൊണ്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ശരീരം നൽകിയ, നിനക്ക് ജീവൻ നൽകിയ, ശരീരത്തിൽ അവയവങ്ങൾ നൽകിയിട്ടുള്ള ആ സൃഷ്ടാവ് പറഞ്ഞ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് നീ ജീവിക്കണ്ടേ. ആ നിയമത്തിൽപ്പെട്ടതാണ് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നുള്ളത്. ആ നിയമത്തിൽപ്പെട്ടതാണ് മാതാപിതാക്കൾ അനുസരിക്കണം എന്നുള്ളത്. ആ നിയമത്തിൽപ്പെട്ടതാണ് രാജ്യത്തെ സ്നേഹിക്കണം എന്നുള്ളത്. ആ നിയമത്തിൽപ്പെട്ടതാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് കടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളത്. അവന്റെ മതം നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഒരാളെ സഹായിക്കുമ്പോൾ അവന്റെ കയ്യിലെ ചരട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാ അർത്ഥത്തിലും സഹായ മനസ്ഥിതിയുമായി ജീവിക്കണമെങ്കിൽ പരലോക ചിന്തയുണ്ടാവണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യപ്പെടലുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ മനസ്സിലാക്കിയ സത്യം എന്താണോ ആ സത്യം അവർക്ക് അറിയിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാരായ ആളുകൾക്കെല്ലാം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നതോടൊപ്പം അവരെ കൂടി അത് ബോധ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ പെരുന്നാളിന് ഇതുപോലെ നമ്മുടെ കൂടെ സംഗമിച്ച ആളുകൾ, പരസ്പരം കെട്ടിപ്പിടിച്ച ആളുകൾ, ആശംസ കൈമാറിയ ആളുകൾ ഇന്നൊരു പക്ഷേ നമ്മുടെ കൂടെയില്ല. പലരും രോഗാവസ്ഥയിലാണ്, പലരും പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാം പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണത്തെക്കുറിച്ച് കൂടി പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തോടുകൂടി അവസാനിച്ചു, അല്ല, ഈ ഒരു നമസ്കാരത്തോടുകൂടി എല്ലാം തീർന്നുപോയി. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത്, നമ്മൾ വാഹനം കയറി നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയം ഒരൊറ്റ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് രാത്രി നമ്മൾ കിടക്കാനുള്ളത് നമ്മുടെ ഖബറിലേക്കായിരിക്കും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഖബറിനെ കുറിച്ച്? എത്രയോ ആളുകളെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. ആ ഖബറിലേക്ക് മണ്ണിട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കരഞ്ഞു തിരിച്ചു പോന്നു. എന്നാൽ നമ്മുടെ ഖബർ എങ്ങനെയായിരിക്കും? നമ്മുടെ ഖബറിലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും?
നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മയെക്കുറിച്ച് ആലോചിക്ക്, നമ്മുടെ വല്യപ്പയെക്കുറിച്ച് ആലോചിക്ക്, നമ്മുടെ വല്യമ്മയെക്കുറിച്ച് ആലോചിക്ക്. നമ്മളോടൊപ്പം ഇതുപോലെ വന്നിരുന്ന ആളുകളാണ്, പക്ഷേ ഇപ്പോൾ അവർ അവരുടെ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ആ ബോധ്യപ്പെടൽ നമ്മൾ മനസ്സിലാക്കിയ ദീന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കൂടിയാണ്. ഇന്ന് മക്കളുടെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ പരാതി പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ അങ്ങേറ്റത്തെ അങ്കലാപ്പിലാണ്. എന്ത് ചെയ്യും എന്നാണെങ്കിൽ ആ മക്കൾക്ക് ദീന് കൃത്യമായി പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വരുന്ന മെയ് മാസം ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടായ്മ നടത്തുന്ന വലിയ പ്രൗഢഗംഭീരമായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കോൺഫറൻസ് പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ പീസ് റേഡിയോ ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോൺഫറൻസ് കൂടി നടക്കുന്നു. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, 24 മണിക്കൂറും എല്ലാ സമയവും നമുക്ക് ദീന് പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ്. നമ്മുടെ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ പീസ് റേഡിയോ കിട്ടും. അത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിയും. അത് ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അത്രയും ആളുകൾ നിരന്തരമായി അത് കേട്ടുകൊണ്ടിരിക്കുന്നു 24 മണിക്കൂറും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതോടൊപ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കി പല കോഴ്സുകളും നമ്മൾ ചേർന്ന് തികച്ചും സൗജന്യമായി എല്ലാം പഠിച്ച് നല്ല ഒരു മുസ്ലിമായി ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും കുടുംബത്തിനുമെല്ലാം ഉപകാരമുള്ള മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം ആശംസകൾ കൈമാറുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയുമ്പോൾ, എന്നിൽ നിന്നും നിന്നിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ കേവലം ഒരു വാക്കിലൊതുങ്ങാതെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, അതെല്ലാം അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൽ പഠിപ്പിച്ച പ്രത്യേക ഒരു സുന്നത്തായ കാര്യമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു സദഖ കൊടുക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹുമായിട്ട് ആളുകളുടെ അടുക്കലേക്ക്, അത് പുരുഷന്മാരുടെ ഭാഗത്തേക്കും സ്ത്രീകളുടെ ഭാഗത്തേക്കും പോയിക്കൊണ്ട് സദഖയുടെ പ്രാധാന്യം പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രത്യേകം ഒരു പുണ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ ഒരു കാര്യത്തിൽ നമ്മളും സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സമാധാനത്തോടുകൂടിയും ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. പരസ്പര സ്നേഹത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി പരസ്പരം ഹിന്ദു മുസ്ലിം വേർതിരിവ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു ഈ ഒരു രാജ്യത്തെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. Peace Radio, tuned to reality.